ജീവിതത്തിൽ തുടർച്ചയായി പരിശ്രമിക്കുന്നവരാണ് വിജയം നേടുന്നത്. അതുപോലെ ഒരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയം കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു ദിവസം പോലും നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാ ദിവസവും തുടർച്ചയായി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം സൂണർ ഓർ ലേറ്റർ യു വിൽ ഗെറ്റ് സക്സസ്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് കിട്ടിയിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഹാവിനെ കുറിച്ച്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ് ഹാവ്. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം. പക്ഷെ ഹാവ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വേർഡിന് ഉണ്ട് എന്നല്ലാതെ വേറെയും അർത്ഥങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പതിവ് പോലെ നമ്മുടെ മനോഹരമായ ടേബിളിലൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഒന്നാമത്തെ ബോക്സിൽ നമ്മൾ പല തവണ പ്രാക്ടീസ് ചെയ്തതാണ്, അല്ലേ, ഡിസ്കസ് ചെയ്തതാണ്. ഐ, യു, ദേ, വി, ഹി, ഷീ, മോഹൻ എന്ന് വെച്ചാൽ പ്ലൂറൽ സബ്ജക്റ്റ്, അതുപോലെ സിംഗുലർ സബ്ജക്റ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ബോക്സ് കാണാം, ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹാവ് എന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും എന്താണ്? ഉണ്ട് എന്നർത്ഥം, അല്ലേ. ഹാവ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഹാവ് നമ്മൾ ഉപയോഗിക്കും ഐ, യു, ദേ, വി, പ്ലൂറൽ സബ്ജക്റ്റിൽ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുക. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. അതുപോലെ ഹാസ് നമ്മൾ ഉപയോഗിക്കും സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ. ഹി ഹാസ്, ഷീ ഹാസ്. അതുപോലെ എന്തെങ്കിലും പേരാണെങ്കിലോ മോഹൻ ഹാസ്, മൈ ഫാദർ ഹാസ്. ഓക്കെ, ഇനി ഹാവ് അതുപോലെ ഹാസ്. ഹാവിൻ്റെ നെഗറ്റീവാണ്. ഹാവിൻ്റെ നെഗറ്റീവാണ് ഡോണ്ട് ഹാവ്. എന്താ പറയുക? ഡോണ്ട് ഹാവ്. അതുപോലെ ഹാസിൻ്റെ നെഗറ്റീവാണ് ഡസൻറ്റ് ഹാവ് എന്ന് പറയാം. ഹാവിൻ്റെ നെഗറ്റീവാണ് ഡോണ്ട് ഹാവ്. അതുപോലെ ഹാസിൻ്റെ നെഗറ്റീവാണ് ഡസൻറ്റ് ഹാവ്. ഓക്കെ, അതും ക്ലിയർ ആണ്. ഇനി അടുത്താണ് ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് ഒന്നേ ഉള്ളൂ. അതാണ് ഹാഡ് എന്ന് പറയുന്നത്. ഉണ്ടായിരുന്നു. ഹാവ് എന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട്. അതിൻ്റെ പാസ്റ്റ് ആണ് ഉണ്ടായിരുന്നു, ഹാവ്, ഹാഡ്. ഇനി ഹാഡിൻ്റെ നെഗറ്റീവാണ് ഡിഡിൻറ്റ് ഹാവ്. എന്താണ്? ഡിഡിൻറ്റ് ഹാവ്. ഇനി ഹാവിൻ്റെ ഫ്യൂച്ചർ ആണെന്ത്? ഉണ്ടാകും. ഉണ്ടാകും എന്ന് പറയുമ്പോൾ വിൽ ഹാവ്, വിൽ ഹാവ്. അതിൻ്റെ നെഗറ്റീവാണ് വോണ്ട് ഹാവ്. എന്താണ്? വോണ്ട് ഹാവ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ബോക്സ് വളരെ പ്രധാനപ്പെട്ടാണ്, എന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ വേർഡാണ് ആൻ അപ്പോയിൻമെൻറ്റ്. ആൻ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ആൻ ഉപയോഗിച്ചു. അതിൻ്റെ കാരണം അപ്പോയിൻമെൻറ്റ് എന്താണ്? വവൽ സൗണ്ട് ആണ്, അല്ലേ. വവൽ സൗണ്ട് ആണ്, അതുപോലെ സിംഗുലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആൻ ഉപയോഗിച്ചു. ആൻ അപ്പോയിൻമെൻറ്റ്. നമ്മൾ പറയാറുണ്ട് നാളെ എനിക്ക് ഡോക്ടറുമായി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, പറയാറില്ലേ? ആ ഒരു അപ്പോയിൻമെൻറ്റ്. അടുത്താണ് ആൻ ഇൻ്റർവ്യൂ. ആൻ ഇൻ്റർവ്യൂ. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതാണ്. അതുപോലെ ആൻ എക്സാം, ഒരു പരീക്ഷ, ഒരു ഇൻ്റർവ്യൂ. ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം. ഇവിടെയൊക്കെ നമ്മൾ ആൻ ഉപയോഗിച്ചു. അതിന് കാരണം വവൽ സൗണ്ട് ആണ്, മാത്രമല്ല സിംഗുലർ ആണ്. ഓക്കെ, ഇനി മെനി റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് ബാധ്യതകൾ. ഒരുപാട് ബാധ്യതകൾ. നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്കറിയോ അവന് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരുപാട് എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മളങ്ങനെ പറയാറുണ്ട്. അടുത്താണ് എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ്. എ മാരേജ് ഫംഗ്ഷൻ, ഒരു കല്യാണം. എ ലോട്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ എ ലോട്ട് ഓഫ് മണി, ഒരുപാട് വർക്കുകൾ, ജോലി അല്ലെങ്കിൽ ഒരുപാട് പണം. എ ക്ലിയർ ഗോൾ. എ ക്ലിയർ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായ ലക്ഷ്യം. അതാണ് ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ക്ലിയർ എന്ന് പറഞ്ഞാലോ വ്യക്തമായ, ഒരു വ്യക്തമായ ലക്ഷ്യം. നമ്മൾ പറയാറില്ലേ ജീവിതത്തിൽ ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നൊക്കെ. അതുപോലെ എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം. എ ബ്യൂട്ടിഫുൾ പിക്ചർ, ഒരു മനോഹരമായ പിക്ചർ. എ സെൻസ് ഓഫ് ഹ്യൂമർ. എ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവ്, അല്ലേ. പറയാറില്ലേ അവർ നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്, അവന് നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്. അതുപോലെ എ പവർഫുൾ മൈൻഡ്. എ പവർഫുൾ മൈൻഡ്. ഇനഫ് ടൈം, മതിയായ സമയം, മതിയായ സമയം. അതുപോലെ കോൺഫിഡൻസ്. കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഇത് കോൺഫിഡൻ്റ് അല്ല, ടി അല്ല. അത് ടി വരുന്നത് അഡ്ജക്റ്റീവ് ആണ്, ഇത് നൗൺ ആണ്. കോൺഫിഡൻസ്, അതെന്താണ്? കോൺഫിഡൻസ്. ഇതോ കോൺഫിഡൻസ്, നൗൺ. ഇനി ഇവിടെ നമുക്ക് പറയാം അറ്റ് 5 o'clock, 5 മണി. നൗ, ഇപ്പോൾ, ടുഡേ, ഇന്ന്, ടുനൈറ്റ്, ഇന്ന് രാത്രി, ടുമോറോ, നാളെ, ടുമോറോ മോർണിംഗ്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്.
അതുപോലെ ദ ഡേ ആഫ്റ്റർ ടുമോറോ മറ്റന്നാൾ, നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച, നെക്സ്റ്റ് മന്ത് അടുത്ത മാസം. ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ, യെസ്റ്റർഡേ ഇന്നലെ, യെസ്റ്റർഡേ മോർണിംഗ് ഇന്നലെ രാവിലെ, അതുപോലെ 2 days ago 2 ദിവസം മുന്നേ, ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, അതുപോലെ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരു തെറ്റും കൂടാതെ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാം. ഇനി ഞാൻ പറയാണ്, എനിക്ക് എൻ്റെ ഫാമിലി ഡോക്ടറുമായി ഇന്ന് 5 മണിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. എന്താ പറഞ്ഞേ? എനിക്ക് ഇന്ന് 5 മണിക്ക് എൻ്റെ ഫാമിലി ഡോക്ടറുമായി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് പറയാം. അപ്പോൾ ആദ്യം ഐ ഹാവ്, എനിക്കുണ്ട്. എന്തുണ്ട്? ആൻ അപ്പോയിൻമെൻറ്റ്, എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആരുമായിട്ട്? വിത്ത് മൈ ഫാമിലി ഡോക്ടർ. അപ്പോൾ എന്താ? ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് മൈ ഫാമിലി ഡോക്ടർ അറ്റ് 5 o'clock, 5 മണിക്ക് എന്ന് ടുഡേ. അപ്പോൾ എന്തായി? ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് മൈ ഫാമിലി ഡോക്ടർ അറ്റ് 5 o'clock ടുഡേ എന്നായി. ക്ലിയർ? വളരെ സിമ്പിൾ അല്ലേ? ഇനി ഞാൻ പറയാണ്, അവൾക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അവൾക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അവൾക്ക് എന്ന് പറയുമ്പോൾ ഷീ സിംഗിൾ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിക്കരുത്. എന്താ ഉപയോഗിക്കണം? ഹാസ് ഉപയോഗിക്കണം. ഷീ ഹാസ് എന്താ പറയാ? ഷീ ഹാസ് ആൻ ഇന്റർവ്യൂ ടുമോറോ. ഷീ ഹാസ് ആൻ ഇന്റർവ്യൂ ടുമോറോ. ഓക്കെ, ഇവിടെ ഷീ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹാസ് ഉപയോഗിച്ചു. ഇനി ഞാൻ പറയാണ്, ഞാൻ ഒരു നെഗറ്റീവ് പറയാണ്. ഏതാണ്? ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ട് അല്ലേ, 5 മണിക്ക് എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ട്. ഇനി എനിക്ക് പറയണം എനിക്ക് അപ്പോയിൻമെന്റ് ഇല്ല എന്ന് പറയണം. എനിക്ക് അപ്പോയിൻമെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഐ ഡോണ്ട് ഹാവ് ആൻ അപ്പോയിൻമെന്റ് വിത്ത് മൈ ഫാമിലി ഡോക്ടർ. എൻ്റെ ഫാമിലി ഡോക്ടറുമായി എന്തില്ല? അപ്പോയിൻമെന്റ് ഇല്ല എന്നായി. ഓക്കെ, എന്ന് പറയാം ഐ ഡോണ്ട് ഹാവ് ആൻ അപ്പോയിൻമെന്റ് വിത്ത് മൈ ഫാമിലി ഡോക്ടർ. ഇനി ഇവിടെ ആൻഡ് പകരം നമുക്ക് എന്ത് ചേർക്കാം? എനി എന്ന് ചേർക്കാവുന്നതാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഐ ഡോണ്ട് ഹാവ് എനി അപ്പോയിൻമെന്റ് വിത്ത് മൈ ഫാമിലി ഡോക്ടർ ടുഡേ. ഇന്ന് എൻ്റെ ഫാമിലി ഡോക്ടറുമായി ഒരു അപ്പോയിൻമെന്റും ഇല്ല എന്നായി. ഓക്കെ, നമുക്ക് നെഗറ്റീവ് ആകുമ്പോൾ എനി ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാണ്, അവൾക്ക് നാളെ ഇന്റർവ്യൂ ഇല്ല എന്ന് പറയാം. അവൾക്ക് നാളെ ഇന്റർവ്യൂ ഇല്ല, നെഗറ്റീവാണ്. എന്താ പറയാ? ഷീ ഡസൻറ്റ് ഹാവ്. എന്താണ്? ഷീ ഡസൻറ്റ് ഹാവ്. ഓക്കെ, ഡോണ്ട് ഹാവ് ഉപയോഗിക്കരുത്. ഷീ ഡസൻറ്റ് ഹാവ് ആൻ ഇന്റർവ്യൂ ടുമോറോ. ഇനി ഇവിടെ നമുക്ക് ആൻഡ് പകരം എനി ഉപയോഗിക്കാം. കാരണം നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് എനി ഉപയോഗിക്കാവുന്നതാണ്. ഷീ ഡസൻറ്റ് ഹാവ് എനി ഇന്റർവ്യൂ ടുമോറോ. ഷീ ഡസൻറ്റ് ഹാവ് എനി ഇന്റർവ്യൂ ടുമോറോ. അങ്ങനെയും പറയാം. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഇന്ന് രാത്രി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് രാത്രി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പറയാം. അപ്പോൾ ഐ ഹാവ് എ മീറ്റിംഗ് ടുനൈറ്റ്. ഐ ഹാവ് എ മീറ്റിംഗ് ടുനൈറ്റ്. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കറിയോ അവന് ഒരുപാട് ബാധ്യതകളുണ്ട്. അപ്പോൾ പറയാം ഹി ഹാസ് മെനി റെസ്പോൺസിബിലിറ്റീസ്. അവന് ഒരുപാട് എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നായി. അവൾക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്. എന്താണ്? അവൾക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്. എന്നുവെച്ചാൽ അവൾക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പറയാം ഷീ ഹാസ് എന്താ പറയാ? ഷീ ഹാസ് എ സെൻസ് ഓഫ് ഹ്യൂമർ. അല്ലേ? ഇനി ഞാൻ ഒരു അടുത്ത എക്സാമ്പിൾ പറയാണ്. എന്ത്? അവൻ്റെ ജീവിതത്തിൽ നല്ല വ്യക്തമായ ലക്ഷ്യമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. അത് പറയാം ഹി ഹാസ് എ ക്ലിയർ ഗോൾ ഇൻ ഹിസ് ലൈഫ്. എന്താ പറഞ്ഞ്? ഹി ഹാസ് എ ക്ലിയർ ഗോൾ ഇൻ ഹിസ് ലൈഫ്. ഓക്കെ, ഇനി ഞാൻ പറയാണ്, എനിക്ക് ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ പറയാം ഐ ഹാവ് അല്ല വരാ, ഐ ഹാഡ്. എന്താണ്? ഐ ഹാഡ് എൻ എക്സാം യെസ്റ്റർഡേ. ഇന്നലെ എനിക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ നെഗറ്റീവ് എന്താ? നെഗറ്റീവ് വരും ഐ ഡിഡൻറ്റ് ഹാവ് എൻ എക്സാം യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് എനിയും ചേർക്കാവുന്നതാണ്. ഐ ഡിഡൻറ്റ് ഹാവ് എനി എക്സാം യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഒരു എക്സാം പോലും ഇല്ലായിരുന്നു എന്നായി. ഞാൻ പറയാണ്, ഇന്നലെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ പറയാം ഐ ഹാഡ് എ മാരേജ് ഫംഗ്ഷൻ യെസ്റ്റർഡേ. ഐ ഹാഡ് എ മാരേജ് ഫംഗ്ഷൻ യെസ്റ്റർഡേ. ദാറ്റ്സ് വൈ ഐ കുഡൻറ്റ് കം ടു യു. ദാറ്റ്സ് വൈ ഐ കുഡൻറ്റ് കം ടു യു. 2 വർഷം കഴിഞ്ഞാൽ എന്താണ്? 2 വർഷം കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അല്ല എൻ്റെ അടുത്ത് ഒരു പുതിയ കാർ ഉണ്ടാകും. അപ്പോൾ പറയാം ഐ വിൽ ഹാവ് എ ന്യൂ കാർ ആഫ്റ്റർ 2 years. ഐ വിൽ ഹാവ് എ ന്യൂ കാർ ആഫ്റ്റർ 2 years. ഞാൻ പറയാണ് 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു പുതിയ വീടുണ്ടാകും. വീട് അപ്പോൾ പറയാം വി വിൽ ഹാവ് എ ന്യൂ ഹൗസ്. വി വിൽ ഹാവ് എ ന്യൂ ഹൗസ് ആഫ്റ്റർ 5 years. ഇനി ഹാവ് എന്ന് പറയുന്ന വേർഡിൻ്റെ മറ്റ് അർത്ഥങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു ഉദാഹരണം പറയാണ്, നിങ്ങളിങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് വന്നു, അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നു, ഞാനിങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ എന്നോട് പറയാണ് എക്സ്ക്യൂസ് മീ, പ്ലീസ് ഹാവ് ഇറ്റ്, പ്ലീസ് ഹാവ് ഇറ്റ്. ഇവിടെ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം അല്ല, ഇവിടെ കഴിക്കൂ എന്നർത്ഥം, കഴിക്കൂ. അപ്പോൾ ഹാവിന് കഴിക്കൂ എന്ന അർത്ഥമുണ്ട്. പ്ലീസ് ഹാവ് ഇറ്റ്, കഴിക്കൂ. ഇനി അടുത്താണ്, നിങ്ങൾ പെപ്സി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയാണ് എക്സ്ക്യൂസ് മീ, പ്ലീസ് ഹാവ് ഇറ്റ്. അപ്പോൾ ഇവിടെ പ്ലീസ് ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഴിക്കൂ എന്നാണോ അത് ഉണ്ട് എന്നാണോ? അല്ല, എന്താണ്? കുടിക്കൂ എന്നർത്ഥം അല്ലേ? കുടിക്കുന്ന സാധനം ആയതുകൊണ്ട് അത് കുടിക്കുന്ന അർത്ഥമായി. കഴിക്കുന്ന സാധനമാണെങ്കിലോ ഹാവ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നായി. ഇനി അടുത്താണ്, എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വാച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ പറയാണ് സാർ വാച്ച് അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറയാണ് ഓക്കെ, പ്ലീസ് ഹാവ് ഇറ്റ്, പ്ലീസ് ഹാവ് ഇറ്റ്. ഇവിടെ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നാണോ? വാച്ച് കഴിക്കൂ അല്ലെങ്കിൽ വാച്ച് കുടിക്കുന്നാണോ? അല്ല, എന്താണ്? പ്ലീസ് ടേക്ക് ഇറ്റ്. അപ്പോൾ ഹാവിന് കഴിക്കൂന്ന് അർത്ഥമുണ്ട്, കുടിക്കൂന്ന് അർത്ഥമുണ്ട്, അതുപോലെ ടേക്ക് എടുക്കൂന്ന് അർത്ഥമുണ്ട്. പിന്നെ നമ്മുടെ സാധാ അർത്ഥമാണ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഹാവിന് ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ കൂടാതെ വേറെയും എന്നുള്ള അർത്ഥങ്ങളുണ്ട്.